ഇപ്പോൾ മുകേഷ് MLA യുടെ കൊല്ലത്തെ ഓഫീസിന് മുന്നിലേക്ക് RSPയുടെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ രാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇത് സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ പ്രശ്നം മാത്രമല്ലാത്ത രീതിയിലേക്ക് മുകേഷിന്റെ ഒരു വിഷയത്തിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. ഇതിപ്പോൾ എപ്പോഴാണ് പ്രതിഷേധം ഇവർ തുടങ്ങിയത്? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? സ്മിത, ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ RSP RYF പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടയിൽ ഒരു ചെറിയ സംഘർഷം പോലീസുമായി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. അതിൽ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രകോപിതരായ ഇപ്പോൾ ഇവർ പോലീസിന് നേരെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അതുപോലെ തന്നെ ഈ കയ്യിൽ കരുതിയിരുന്ന കമ്പടക്കമുള്ളവർ വലിച്ചെറിയുന്നുണ്ട്. ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കി. ഈ ബാരിക്കേഡിന് മുകളിലിരുന്ന് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് പ്രകോപനത്തിന് കാരണം. എന്തായാലും പോലീസുമായി ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസുമായി ഉന്തും തള്ളും പോലീസുമായി ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു. ഓരോ മണിക്കൂറോട് വിട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഈ മുകേഷ് MLA ഓഫീസിന് നേരെ ഉണ്ടാവുകയാണ്, ആ ഓഫീസിലേക്ക് ഉണ്ടാവുകയാണ്. എന്തായാലും നേരത്തെ UDFന്റെ പ്രകടനം അത് കടന്നു വന്നിരുന്നു, വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. പക്ഷേ RSP RYF പ്രവർത്തകർ എത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസുമായി ഒരു വാക്ക് തർക്കത്തിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ പോകുന്നത്. എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് ഒരു സമീപനത്തിലേക്ക് പോകുന്നു. പക്ഷെ അത് ആ രീതിയിൽ ആ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു പോലീസുമായി നേരിട്ട് തന്നെ അവർ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു. നമുക്ക് കാണാം, മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ACP അടക്കമുള്ള സ്ഥലത്തെത്തി ഈ നേതാക്കളുമായും പ്രവർത്തകരുമായും ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത്ര വിജയിക്കുമെന്ന് തോന്നില്ല. RYFന്റെ അടക്കം സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത് എന്നുള്ളതാണ് RSP നേതാക്കൾ RYFന്റെ നേതാക്കൾ ആരോപിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ സമീപത്ത് നിന്ന് ഈ ചെരുപ്പ് അടക്കമുള്ള സാധനങ്ങൾ ഈ പ്രവർത്തകർ വലിച്ചെറിയുന്നുണ്ട്. എന്നാലും പോലീസിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ കനപ്പിക്കുകയാണ്. മുകേഷ് MLA രാജി ആവശ്യപ്പെട്ടു തുടങ്ങിയ പ്രതിഷേധം കൊല്ലത്ത് ആദ്യമായിട്ടാണ്, ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക്, വലിയ പോലീസുമായുള്ള ഒരു പോരാട്ടത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഓരോ മണിക്കൂറോടെ വിട്ട് പ്രതിപക്ഷ സംഘടനകൾ ഈ പ്രതിഷേധം ഇവിടേക്ക് ആഹ്വാനിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുതിർന്ന നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിയ ഈ പ്രകടനമായി എത്തിയ RSPയുടെയും RYFന്റെയും പ്രവർത്തകർക്കുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് കൊല്ലത്ത് ഉയരുന്നത്. അരുൺ രാജ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, നേതാക്കൾ അവരെ വലിയ സംഘർഷത്തിൽ നിന്ന്, വലിയ പ്രശ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. സമാധാനപരമായി തന്നെ പ്രതിഷേധം കൊണ്ടുപോകാനായിരിക്കാം അത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം അവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഒരു സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിലേക്ക് കടന്നിട്ടുണ്ട്. അസ്മിത, തീർച്ചയായും മുകേഷ് MLA വീട്, അതുപോലെ തന്നെ ഓഫീസ്, ഇവിടങ്ങളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ ഓഫീസിന് 100 മീറ്റർ ചുറ്റളവിൽ പരിപൂർണമായും പോലീസ് ബന്ധൌസാണ്. ഇത് ഭേദിച്ച് വേണം മാത്രമേ പ്രവർത്തകർക്ക്, ഏതെങ്കിലും പ്രതിഷേധക്കാർക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയൂ. വീട്ടിലേക്ക് എത്തുമ്പോഴും ഇതേ അവസ്ഥയിലാണ്. അവിടുത്തെ നാട്ടുകാർക്കടക്കം പോലീസിന്റെ നിരീക്ഷണം, പോലീസ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പോലീസിന്റെ കൂടി അനുവാദം വാങ്ങിയ ശേഷമാണ് ആ രീതിയിലേക്ക് കടന്നു പോകാൻ, അല്ലെങ്കിൽ മുകേഷിന്റെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകാൻ. അങ്ങനെ വലിയ പ്രതിഷേധം ഏത് സമയവും എവിടെയും ഉണ്ടാകാമെന്ന സ്ഥിതി നിലവിൽ കൊല്ലത്തുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി മറ്റൊരു പ്രവർത്തകനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തായാലും ഇവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ, RYFന്റെയും RSPയുടെയും പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഉയർത്തുവാൻ അത് RSPക്കും RYFനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഉല്ലാസ് കോവൂരടക്കം RYFന്റെ സംസ്ഥാന ഉല്ലാസ് കോവൂരടക്കമുള്ളവർ ഈ പ്രകടനത്തിന് നേതൃത്വം നൽകുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ തുടക്കത്തിൽ RSP RYF പ്രവർത്തകർ ഉദ്ദേശിച്ചതിന് മുകളിലേക്ക് ഈ പ്രതിഷേധം പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു സഡൻ ആക്ഷൻ ഉണ്ടാകുന്നു. ആ ആക്ഷനെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒരു പ്രവർത്തകനെ അവർക്ക് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം കൂടെ ആയപ്പോഴത്തേക്കാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഈ നിലയിൽ എത്തിയത്. എന്തായാലും മുതിർന്ന നേതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ പ്രതിഷേധം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട RSP കൊല്ലത്തെ മുകേഷ് MLAയുടെ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിൽ ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. അവിടെ കുത്തിയിരുന്നിപ്പോഴും പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ.